കർത്താവെ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർക്കണമേ. സഭയാണ് ആദ്യം വിശ്വസിക്കുന്നതും അങ്ങനെ എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നതും പരിപോഷിക്കുന്നതും നിലനിർത്തുന്നതും. എല്ലായിടത്തും സഭയാണ് ആദ്യം കർത്താവിനെ പ്രഘോഷിക്കുന്നത്. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു എന്ന സ്തുതിഗീതത്തിൽ നാം ആലപിക്കുന്നത് പോലെ പരിശുദ്ധ സഭ ലോകത്തിലെങ്ങും കർത്താവിനെ പ്രഘോഷിക്കുന്നു. സഭയോടൊത്ത് സഭയ്ക്കുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രഘോഷിക്കുവാൻ നാം നിർബന്ധിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു. മാമോദിസ വഴി വിശ്വാസവും ക്രിസ്തുവിൽ നവജീവനും നമ്മൾ സ്വീകരിക്കുന്നത് സഭ വഴിയാണ്. റോമൻ അനുഷ്ഠാനക്രമം അനുസരിച്ച് മാമോദീസായുടെ കാർമ്മികൻ ജ്ഞാനസ്നാനാർത്ഥിയോട് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് നീ എന്ത് ആഗ്രഹിക്കുന്നു? വിശ്വാസം എന്നാണ് മറുപടി. വിശ്വാസം നിനക്ക് എന്തു തരുന്നു? നിത്യജീവൻ. രക്ഷ കൈവരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. എന്നാൽ നാം വിശ്വാസം ജീവിതം പ്രാപിക്കുന്നത് സഭയിലൂടെയാകിയാൽ അവൾ നമ്മുടെ അമ്മയാണ്. നമുക്ക് പുതിയ ജനനം നൽകുന്ന അമ്മയായി സഭയെ നാം വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷയുടെ വിധാതാവ് ആണ് സഭ എന്ന നിലയിലല്ല നാം സഭയിൽ വിശ്വസിക്കുന്നത്. സഭ നമ്മുടെ മാതാവായിരിക്കുന്നതിനാൽ അവൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുരുനാഥയുമാകുന്നു. വിശ്വാസത്തിൻ്റെ ഭാഷ. നമ്മൾ വിശ്വസിക്കുന്നത് വെറും തത്വപ്രസ്താവങ്ങളിലല്ല, പ്രസ്തുത അവ ദ്രോധിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചറിയുവാൻ വിശ്വാസം നമ്മെ അനുവദിക്കുന്നു. വിശ്വാസിയുടെ പ്രഖ്യാപനം എന്നതിൽക്കുന്നത് പ്രസ്താവനകളിലല്ല, പ്രസ്തുത യാഥാർത്ഥ്യങ്ങളിലാണ്. എന്നിരുന്നാലും പ്രസ്തുത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ സമീപിക്കുന്നത് വിശ്വാസ സംബന്ധമായ തത്വപ്രസ്താവങ്ങളുടെ സഹായത്തോടെയാണ്. നമ്മുടെ വിശ്വാസം പ്രകടമാക്കുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും സമൂഹത്തിൽ ആഘോഷിക്കുന്നതിനും അതിനെ സ്വാംശീകരിച്ച് ജീവിതത്തിൽ അത് ഉപരിപരി പ്രാവർത്തികമാക്കുന്നതിനും ഇവ സഹായിക്കുന്നു. സത്യത്തിൻ്റെ നെടുംതൂണും കോട്ടയുമായ സഭ ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധർക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ വിശ്വസ്തതാപൂർവം പരിരക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ സ്മരണ നിലനിർത്തുന്നത് സഭയാണ്. തലമുറകളിലേക്ക് അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം പകർന്നു കൊടുക്കുന്നതും സഭയാണ്. ഒരമ്മ തൻ്റെ മക്കളെ സംസാരിക്കാനും ഗ്രഹിക്കാനും ആശയവിനിമയം ചെയ്യാനും പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അമ്മയായ സഭ വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസം മാത്രം. ഏക കർത്താവിൽ നിന്ന് സ്വീകരിച്ചതും ഏക മാമോദീസ വഴി പകർന്നു കൊടുക്കുന്നതുമായ ഏക വിശ്വാസം നൂറ്റാണ്ടുകളിലൂടെ സഭ അനവധി ഭാഷകളിലും സംസ്കാരങ്ങളിലും ജനപദങ്ങളിലും രാഷ്ട്രങ്ങളിലും അവിരാമം പ്രഖ്യാപിച്ചു പോരുന്നു. എല്ലാ മനുഷ്യരുടെയും ദൈവവും പിതാവും ഏകനാണെന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമാണ് ഈ വിശ്വാസം. ലിയോൺസിലെ വിശുദ്ധ ഇരണേവൂസ് ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നത് ഇങ്ങനെയാണ്: സഭ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിച്ചു കിടക്കുകയാണെങ്കിലും അപ്പോസ്തലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച അവൾ ഒരേ ഒരു ഭവനത്തിൽ വസിക്കുന്നവരെ പോലെ ജാഗ്രതാപൂർവം ഈ വിശ്വാസത്തെയും പ്രഘോഷണത്തെയും പരിരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരാത്മാവും ഒരു ഹൃദയവും ഉണ്ടായിരുന്നാലെന്ന പോലെ വിശ്വസിക്കുന്നു. ഒരു വചനം മാത്രം ഉണ്ടായിരുന്നാലെന്ന പോലെ സഭ ഈ വിശ്വാസം പ്രഘോഷിക്കുകയും പ്രബോധിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ഭൂലോകത്തിലെമ്പാടുമുള്ള ഭാഷകൾ വിവിധങ്ങളാണെങ്കിലും പാരമ്പര്യത്തിൻ്റെ കാതൽ ഒന്ന് തന്നെയാണ്. ജർമ്മനിയിൽ സ്ഥാപിതമായ സഭകൾക്ക് മറ്റൊരു വിശ്വാസമോ പാരമ്പര്യമോ ഇല്ല. അതുപോലെ തന്നെ ഇബീരിയൻ ജനതകളുടെ സഭകൾക്കോ കെൽട്ട് വംശജരുടെ സഭകൾക്കോ പൗരസ്ത്യ നാടുകളിലെ സഭകൾക്കോ ഈജിപ്തിലെ സഭകൾക്കോ ലിബിയയിലെ സഭകൾക്കോ ഭൂമി മധ്യേ സ്ഥാപിതമായ സഭകൾക്കോ ഒന്നിനു പോലും വിഭിന്ന വിശ്വാസമോ പാരമ്പര്യമോ ഇല്ല. സഭയുടെ സന്ദേശം സത്യവും സദൃഢവുമാണ്. ഈ സന്ദേശത്തിൽ രക്ഷയിലേക്കുള്ള ഒരേയൊരു മാർഗമാണ് ലോകം മുഴുവനും വേണ്ടി തെളിഞ്ഞു കിടക്കുന്നത്. സഭയിൽ നിന്ന് സ്വീകരിച്ച ഈ വിശ്വാസം നാം സംരക്ഷിക്കുന്നു. വിശിഷ്ടമായ ഒരു പാത്രത്തിൽ എന്ന പോലെ സൂക്ഷിച്ചിരിക്കുന്ന ഈ അമൂല്യ നിക്ഷേപം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നിരന്തരം നവീകരിക്കപ്പെടുകയും അത് ഇരിക്കുന്ന പാത്രത്തെ തന്നെ നവീകരിക്കുകയും ചെയ്യുന്നു. ഘട്ടം 2. ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനം. വിശ്വാസ പ്രമാണങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നയാൾ നാം വിശ്വസിക്കുന്നതിനെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്.
വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും മാനദണ്ഡമായിരിക്കുന്നതും എല്ലാവരെയും ഒരേ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സംയോജിപ്പിക്കുന്നതുമായ വിശ്വാസത്തിൻ്റെ ഒരു പൊതുഭാഷ ആവശ്യമാണ്. ആരംഭം മുതലേ അപ്പസ്തോലിക സഭ എല്ലാവർക്കും ബാധകമായ വിധത്തിൽ അവളുടെ വിശ്വാസം ഹ്രസ്വങ്ങളായ പ്രസ്താവനകളിലൂടെ പ്രകടിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ വളരെ നേരത്തെ തന്നെ സഭ വിശ്വാസത്തിൻ്റെ ആവശ്യ ഘടകങ്ങൾ സജീവവും സ്പഷ്ടവുമായ സംഗ്രഹങ്ങളായി ശേഖരിക്കാൻ നിശ്ചയിച്ചു. ഇവ വിശിഷ്യ ജ്ഞാനസ്നാനാർത്ഥികളെ ഉദ്ദേശിച്ചുള്ളവയായിരുന്നു. ഇത്തരം വിശ്വാസ സമന്വയങ്ങളെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് നാം വിളിക്കുന്നു. കാരണം ഇവ ക്രിസ്ത്യാനികൾ ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ സംഗ്രഹം ആകുന്നു. വിശ്വാസ പ്രമാണത്തെ ക്രീഡോ എന്ന് വിളിക്കാറുണ്ട്. ലത്തീൻ ഭാഷയിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ആരംഭമായ ക്രീഡോ എന്ന പദത്തിൽ നിന്നാണ് ഈ പേര് സിദ്ധിച്ചിട്ടുള്ളത്. വിശ്വാസ പ്രമാണങ്ങൾക്ക് വിശ്വാസ സംഹിതങ്ങൾ എന്നും പേരുണ്ട്. നാം ആദ്യമായി വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് മാമോദീസ സ്വീകരണത്തിലാണ്. വിശ്വാസ പ്രമാണം പ്രധാനവുമായി മാമോദീസ പ്രഖ്യാപനം തന്നെയാണ്. മാമോദീസ നൽകുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആയതിനാൽ മാമോദീസയിൽ ഏറ്റുപറയുന്ന സത്യങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളോടും ബന്ധപ്പെടുത്തി പ്രഖ്യാപിക്കപ്പെടുന്നു. വിശ്വാസ പ്രമാണത്തിന് ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗത്ത് പരിശുദ്ധ ത്രിത്വത്തിലെ ഒന്നാമത്തെയാളും അത്ഭുതകരമായ സൃഷ്ടികർമ്മവും, രണ്ടാം ഭാഗത്ത് രണ്ടാമത്തെയാളും മനുഷ്യരക്ഷാകർമ്മത്തിൻ്റെ ദിവ്യരഹസ്യവും, മൂന്നാം ഭാഗത്ത് മൂന്നാമത്തെയാളും നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ കേന്ദ്രവും ഉറവിടവും. ഇവയാണ് നമ്മുടെ മുദ്രയുടെ 3 അധ്യായങ്ങൾ. വിശ്വാസ പ്രമാണത്തെ 3 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നതായി കാണുന്നു. അവയെ വിവിധവും സമുചിതവുമായ വാക്യങ്ങളായി സംഗ്രഹിച്ചിരിക്കുന്നു. സഭാപിതാക്കന്മാർ മിക്കപ്പോഴും നടത്താറുണ്ടായിരുന്ന ഒരു താരതമ്യ വിചിന്തനമനുസരിച്ച് ഈ വാക്യങ്ങളെ വകുപ്പുകൾ എന്ന് വിളിക്കാം. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ വേർതിരിക്കുകയും വ്യതിരിക്തമാക്കുകയും ചെയ്യുന്ന ചില പ്രത്യേകതകൾ ഉള്ളതുപോലെ വിശ്വാസ പ്രഖ്യാപനത്തിലും പ്രത്യേകമായും വ്യതിരിക്തമായും വിശ്വസിക്കേണ്ട സത്യങ്ങൾക്ക് ഉചിതമായി വകുപ്പുകൾ എന്ന പേര് നൽകിയിരിക്കുന്നു. വിശുദ്ധ അംബ്രോസ് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രാചീന പാരമ്പര്യമനുസരിച്ച് അപ്പസ്തോലന്മാരുടെ സംഖ്യ വഴി അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ പൂർണ്ണത പ്രതീകാത്മകമായി ആവിഷ്കരിക്കുവാൻ വേണ്ടി വിശ്വാസ പ്രമാണത്തിൽ 12 വകുപ്പുകൾ ഉണ്ട് എന്ന് കരുതുന്ന പതിവുണ്ടായിരുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ശതാബ്ദങ്ങളിലൂടെ അനേകം വിശ്വാസ പ്രമാണങ്ങൾ അഥവാ വിശ്വാസ സംഹിതകൾ സഭയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രാചീനവും അപ്പസ്തോലികങ്ങളുമായ വിവിധ സഭകളിൽ താഴെ പറയുന്നത് പോലുള്ള വിശ്വാസ പ്രമാണങ്ങൾ രൂപമെടുത്തു. കിക്കുംകോയ് എന്ന് കൂടി അറിയപ്പെടുന്ന അത്തനാസിയൂസിൻ്റെ വിശ്വാസ പ്രമാണം, ടൊളേദോ, ലാറ്റൻ, ലിയോൺസ്, തെന്ത്രോസ് തുടങ്ങിയ സൂനഹദോസുകൾ പ്രഖ്യാപിച്ച വിശ്വാസ പ്രമാണങ്ങൾ, ചില മാർപ്പാപ്പമാരുടെ വിശ്വാസ പ്രമാണങ്ങൾ, ഉദാഹരണത്തിന് ഫിദസ് നമാസി, 6-ാം പോൾ മാർപ്പാപ്പയുടെ ദൈവജനത്തിൻ്റെ വിശ്വാസ പ്രമാണം. സഭാജീവിതത്തിൻ്റെ വിവിധ ഘടകങ്ങളിൽ രൂപമെടുത്തിട്ടുള്ള ഈ വിശ്വാസ പ്രമാണങ്ങളിലൊന്നും കാലഹരണപ്പെടുകയോ അപ്രസക്തമാവുകയോ ചെയ്തിട്ടില്ല. വിവിധങ്ങളായ വിശ്വാസ സംഹരണങ്ങൾക്ക് സഭയുടെ ചിരന്തന വിശ്വാസം കൈവരിക്കുവാനും കൂടുതൽ ആഴപ്പെടുത്താനും വിവിധ വിശ്വാസ പ്രമാണങ്ങൾ നമ്മെ സഹായിക്കുന്നു. എല്ലാ വിശ്വാസ പ്രമാണങ്ങളിലും നിന്ന് 2 എണ്ണം സഭാജീവിതത്തിൻ്റെ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം. അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ ഒരു വിശ്വസ്ത സംഗ്രഹമെന്ന നിലയിൽ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണമെന്ന പേര് തികച്ചും അനർത്ഥമാണ്. റോമൻ സഭയുടെ പ്രാചീനമായ മാമോദീസ വിശ്വാസ പ്രമാണമിത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ സവിശേഷമായ ആധികാരികതയ്ക്ക് അടിസ്ഥാനമായ വസ്തുത ഇതാണ്. അപ്പസ്തോലന്മാരിൽ നിന്നും പ്രഥമനായ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനമായ റോമാസഭയിൽ വിശ്വസിക്കുന്നതെന്തോ അതാണ് വിശ്വാസ പ്രമാണം. അതിനോടാണ് പൊതുവായ വിശ്വാസം ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസം. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനം ഇത് ആദ്യത്തെ 2 സാർവത്രിക സുനഹദോസുകളിൽ നിന്നും രൂപം കൊണ്ടു എന്നതാണ്. ഈ വിശ്വാസ പ്രമാണം ഇന്നോളം എല്ലാ പ്രധാന പാശ്ചാത്യ പൗരസ്ത്യ സഭകൾക്കും പൊതുവായിട്ടുള്ളതാണ്. വിശ്വാസ പ്രതിപാദനത്തിന് ആധാരമായി നാം ഇവിടെ സ്വീകരിക്കുന്നത് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ്. ഏറ്റവും പ്രാചീനമായ റോമൻ മതബോധന ഗ്രന്ഥം ഇതാണല്ലോ.
എന്നാൽ പലപ്പോഴും കൂടുതൽ വ്യക്തവും കൂടുതൽ വിശുദ്ധവുമായ പ്രതിപാദനമുള്ള നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം കൂടെ കൂടെ പരാമർശിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിപാദനം പൂർത്തിയാവുക. നാം മാമ്മോദീസ സ്വീകരിച്ച ദിവസം നമ്മുടെ ജീവിതം മുഴുവനായും ഈ മതബോധന സംഹിതയ്ക്ക് സമർപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതായികമായ വിശ്വാസ പ്രമാണത്തെ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസപൂർവം വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവവുമായും നമുക്ക് വിശ്വാസം പകർന്നു തരുന്ന നമ്മുടെ വിശ്വാസവേദിയായ സഭ മുഴുവനുമായും ഐക്യത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്.